ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മുഖ്യമന്ത്രി ചർച്ചകളിലെ KPCC നടപടിയിൽ രമേശ് ചെന്നിത്തല പക്ഷത്തിന് അതൃപ്തി. ഇംഗ്ലീഷ് പത്രത്തിലെ ചെന്നിത്തല പരസ്യത്തിൽ തിരുവനന്തപുരം DCC സെക്രട്ടറി പ്രജിൻ ബാബുവിന് നോട്ടീസ് നൽകിയതാണ് അതൃപ്തിക്ക് കാരണം. KPCCയുടെ നടപടി പക്ഷപാതപരമെന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ വാദം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. KPCC നടപടിയിൽ ചെന്നിത്തല പക്ഷത്തിന് അതൃപ്തി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് അതൃപ്തി? ഞങ്ങൾക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഈ നോട്ടീസ് നൽകണം എന്നുള്ളതാണോ, അതോ ഈ നടപടി തന്നെ തെറ്റായി പോയെന്നാണോ? ഈ നടപടി തന്നെ തെറ്റാണെന്ന വാദമാണ് ചെന്നിത്തല പക്ഷം ഉയർത്തുന്നത്. പ്രജിൻ ബാബു തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറിയാണ്. പ്രജിൻ ബാബുവിന്റെ ലേഖനമാണ് ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് എന്ന വാദമാണ് ഉയർത്തുന്നത്. ഒരു അച്ചടക്ക ലംഘനവും ഉണ്ടായിട്ടില്ല, ഒരു നേതാവിനെയും വിമർശിച്ചിട്ടില്ല. ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള ലേഖനമാണ്. ആ ലേഖനം അച്ചടക്ക ലംഘനമായി എങ്ങനെ മാറുന്നു എന്ന വാദം ചെന്നിത്തല പക്ഷം ഉയർത്തുന്നു. അതേസമയം തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ നിയന്ത്രിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് അത് പരസ്യം വന്നത്. KPCCയുടെ ഭാഷയിൽ അത് പരസ്യമാണ്. ആ പരസ്യം പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് അച്ചടക്ക ലംഘനമായി കാണുന്നു എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. അതുകൊണ്ടാണ് സണ്ണി ജോസഫിന്റെ നിർദ്ദേശപ്രകാരം KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ നോട്ടീസ് നൽകിയത്. 3 ദിവസത്തിനകം വിശദീകരണം നൽകണം. വിശദീകരണം കൃത്യമല്ലെങ്കിൽ നടപടി കടുത്തതാവും എന്ന മുന്നറിയിപ്പ് കൂടി ഈ നോട്ടീസിലുണ്ട്. ഏതായാലും വിശദീകരണം നൽകുമെന്ന് പ്രജിൻ ബാബു നിർദ്ദേശിച്ചു. അതേസമയം മറ്റ് ലംഘനങ്ങൾ, അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായിട്ട് അതിനെന്തുകൊണ്ട് നോട്ടീസ് നൽകുന്നില്ല എന്ന ഒരു ചോദ്യം കൂടി ചെന്നിത്തല പക്ഷം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നേതാക്കൾക്കെതിരെയുള്ള വലിയ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും സാമൂഹ്യ മാധ്യമത്തിലുണ്ടായപ്പോൾ അതിനെതിരെ KPCC നേതൃത്വം പരാതി നൽകിയതല്ലാതെ അത് സംബന്ധിച്ച് ഇതുവരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല, ആർക്കും നോട്ടീസ് നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പക്ഷപാതപരമായി KPCC നേതൃത്വം നിലപാടെടുക്കുന്നത് എന്ന ചോദ്യം ചെന്നിത്തല പക്ഷം ഉയർത്തുന്നുണ്ട്. അതേസമയം ഇന്നലെ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട VD സതീശനെതിരെയുള്ള ബാനറിന് പിന്നിൽ തങ്ങളല്ലെന്ന് ചെന്നിത്തല പക്ഷം പറയുന്നു. അതിന് പിന്നിൽ മറ്റാരോ പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണം വേണം, അതിൽ നടപടി വേണമെന്ന ആവശ്യം കൂടി ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ നേതാക്കളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം എവിടെ നിന്നോ നടക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. നേരത്തെ KPCC പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലും ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോൺഗ്രസിലെ ഈ ചർച്ചകൾ അത് ഭിന്നതകളാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമം ബാഹ്യശക്തികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ദീപ്തി മേരി വർഗീസ് ആയിരുന്നു സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് ഇത്തരമൊരു പരാതി നൽകിയത്. ആ പരാതിയിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഏതായാലും കോൺഗ്രസിനകത്ത് ഈ മുഖ്യമന്ത്രി ചർച്ചകൾ അത് രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്നീ 3 നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് നടന്നത്. ആ ചർച്ചകൾ ഇപ്പോൾ സൈബർ പോരിലേക്ക് മാറി. ഒടുവിൽ അത് കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തു തുടങ്ങിയപ്പോൾ ആ കാര്യത്തിലും അതൃപ്തിയും ഭിന്നതയും കോൺഗ്രസിനകത്ത് പുകയുകയാണ്. സ്മൃതി. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പരസ്യ ഫീച്ചർ അത് പരസ്യമല്ല ലേഖനം എന്ന വാദമാണ് ചെന്നിത്തല പക്ഷം നടത്തിയിരിക്കുന്നത്. അപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് രമേശ് ചെന്നിത്തല.